പ്രിയപ്പെട്ടവരെ, ഇറാനിൽ ഒരു ഗ്രൗണ്ട് ഫോഴ്സിനെ ഉപയോഗപ്പെടുത്തി കരയുദ്ധം നടത്താൻ അമേരിക്ക 3000 സ്പെഷ്യൽ ഫോഴ്സിനെ എത്തിച്ചു മിഡിൽ ഈസ്റ്റിലേക്ക് എന്ന വാർത്ത വരുന്നു. എന്നാൽ ഈ സമയത്ത് ഇറാൻ സൈന്യം അതിശക്തമായൊരു വെല്ലുവിളിയാണ് അമേരിക്കക്ക് മുന്നിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഈ കരയുദ്ധത്തെ കുറിച്ച് 2-3 കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തേത്, ഹോർമുസ് കടലിടുക്കിന്റെ തീരത്ത് ഈ കരസേന പെട്ടെന്ന് ആക്രമണം നടത്തി ആ ഭാഗം പിടിച്ചെടുക്കുക, അതിലൂടെ ഹോർമുസ് കടലിടുക്കിന്റെ ഗതാഗതം സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ ഹോർമുസ് കടലിടുക്കിനെ ക്ലോസ് ചെയ്യാൻ ഇറാൻ ഉപയോഗിക്കുന്ന അവിടെയുള്ള 1-2 ദ്വീപുകളുണ്ട്. ഈ ദ്വീപുകളുടെ അധികാരം പിടിച്ചെടുക്കുക, അവിടെ സ്പെഷ്യൽ ഫോഴ്സിനെ ഇറക്കി ആ ദ്വീപ് പിടിച്ചെടുക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികളെ പെട്ടെന്ന് വളഞ്ഞ് അവിടെയുള്ള യുറേനിയം കൈവശപ്പെടുത്തുക എന്നിങ്ങനെയുള്ള 2-3 കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കുന്നതിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുള്ള ശക്തമായ വെല്ലുവിളി വന്നിരിക്കുന്നത്, ഞങ്ങൾ ഏകദേശം 20 വർഷമായി കരയുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിനുള്ള പരിശീലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം ഈ ഒരു സന്ദർഭത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ നടത്തിയത് എന്നാണ് ഇറാൻ സൈന്യം പറയുന്നത്. അതുപോലെ ഇറാൻ അമേരിക്കൻ സൈനികരെ വെല്ലുവിളിച്ചുകൊണ്ടൊരു കാര്യം പറയുന്നത്, വി ഹാവ് ജസ്റ്റ് 1 മെസ്സേജ് ഫോർ ദി അമേരിക്കൻ സോൾജിയേഴ്സ്. ഞങ്ങൾക്ക് അമേരിക്കൻ സൈന്യത്തിനോട് ഒരു മെസ്സേജ് മാത്രമേ നൽകാനുള്ളൂ, നിങ്ങൾ കം ക്ലോസർ, ഒന്ന് അടുത്തു വരൂ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാണ് ആ ഇറാന്റെ സൈന്യത്തിൽ നിന്നും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. എന്നാൽ ഇതിന് സമാനമായൊരു കാര്യമായിരുന്നു ഹോർമുസ് കടലിടുക്ക്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ച് 2-3 ദിവസമാകുമ്പോഴേക്ക് ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി പ്രഖ്യാപിച്ചു. ഹോർമുസ് ഭാഗത്തിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടതോടെ ലോകത്ത് വലിയ പ്രതിസന്ധി നേരിടും എന്ന് കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു, ഞങ്ങളുടെ സൈന്യത്തിന്റെ എസ്കോർട്ട് കപ്പൽ, ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഞങ്ങളുടെ എസ്കോർട്ട് ഉണ്ടാകും, ഞങ്ങളുടെ സൈനിക കപ്പലിന്റെ അകമ്പടി ഉണ്ടാകും, അതുകൊണ്ട് ആരും പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് സുഖമായി യാത്ര ചെയ്യാമെന്നാണ്. ആ സമയത്ത് ഇറാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അമേരിക്കയുടെ നാവികസേനയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ ഹോർമുസ് കടലിടുക്കിലേക്ക് വരിക, 1000 ചില്ലാനും കിലോമീറ്ററുകൾക്ക് അപ്പുറേ പേടിച്ച് ദൂരെ നിൽക്കുന്ന നിങ്ങൾ അടുത്തേക്ക് വരൂ എന്നവർ പറഞ്ഞു. മാത്രമല്ല, ഇങ്ങനെ ഒരു ഗൗരവമായ ഒരു കാര്യം കൂടെ ഇറാൻ പറഞ്ഞത്, അമേരിക്കൻ സൈന്യത്തിന് എസ്കോർട്ടിനായി കൊണ്ടുവരുന്ന കപ്പലുകളെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം, നിങ്ങൾക്ക് ചരക്കുമായി ഇതിലെ യാത്ര ചെയ്യാം, അവരെ ഇങ്ങോട്ട് എത്തിച്ചു തന്നാൽ മാത്രം മതി എന്നായിരുന്നു ഇറാന്റെ സൈന്യം പറഞ്ഞത്. എന്നാൽ സമാനമായ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കം ക്ലോസർ, ഒന്ന് അടുത്തേക്ക് വരൂ എന്ന് മാത്രമാണ്, ഒന്ന് കൂടുതൽ അടുത്തേക്ക് വരൂ എന്നാണ് ഇപ്പോൾ ഇറാന്റെ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സൈന്യത്തിന് ഇറാന്റെ മണ്ണിൽ കാലുകുത്താൻ കഴിയുമോ എന്നതൊരു ചോദ്യചിഹ്നമാണ്. എസ്കോർട്ട് നൽകുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെയും ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി സഹായത്തിന് വിളിക്കുന്ന ദുരന്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാൻ പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്, പ്രതിരോധമില്ല, നാവികസേനയില്ല എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തിനാണ് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ ഈ കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ ഇത്രയും സാഹസപ്പെടുന്നത്? ഇനിയും അവർക്ക് ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയാതെ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും സഹായത്തിനായി വിളിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്, വേണ്ട ആളുകൾക്ക് അമേരിക്കയുമായി ബന്ധപ്പെട്ട രാഷ്ട്രങ്ങൾ അല്ലാത്ത ഏത് രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്കും ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് വഴി സുഗമമായി യാത്ര ചെയ്യാം, ഞങ്ങൾ ഒരിക്കലും അവരെ ആക്രമിക്കുകയില്ല. പക്ഷേ $2 മില്യൺ സമാനമായ യുവാൻ നാണയം നൽകിക്കൊണ്ട് മാത്രമേ അവർക്ക് പോകാൻ സാധിക്കൂ എന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചു കഴിഞ്ഞാൽ ലോകത്തെല്ലാം വലിയ രൂപത്തിലുള്ള ദുരന്തം സംഭവിക്കും, അതുകൊണ്ട് തന്നെ കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. പക്ഷേ ഈ ചരക്കുകൾക്ക്, എണ്ണയ്ക്കെല്ലാം കുത്തനെ വില ഉയരും. കാരണം 2 മില്യൺ ടോൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലൂടെ ഈ എണ്ണ ഗതാഗതങ്ങളെല്ലാം മറ്റു കപ്പലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണ വില വിപണിയിൽ ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇവിടെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി, ഈ കപ്പലുകളെ ഇറാൻ അനുവദിക്കുന്നു, ടോൾ നൽകി അനുവദിച്ചാൽ അമേരിക്കക്ക് ആ കപ്പലുകളെ ആക്രമിക്കാൻ കഴിയില്ല. കാരണം ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും
അടച്ചതിന് തുല്യമാകും. മാത്രമല്ല, ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര തടയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അമേരിക്കയാണ്. കാരണം യുദ്ധം ആരംഭിച്ചത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് ഈ വഴി ഏതെങ്കിലും കപ്പലുകളെ ഇറാൻ അനുവദിച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കുക, അതിനെ തടയാനോ ആക്രമിക്കാനോ അമേരിക്കക്ക് സാധിക്കുകയില്ല. കാരണം അമേരിക്ക ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെ ഈ കപ്പലുകൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ യാത്ര അനുവദിക്കണമെന്നാണ്. അതിനുവേണ്ടിയാണ് ലോകരാഷ്ട്രങ്ങളെയെല്ലാം ആ ഒരു സഖ്യത്തിലേക്ക് അമേരിക്ക ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് വലിയ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധി അമേരിക്ക അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചെങ്കടലിൽ ബാബുൽ മന്ദബ് സ്ട്രൈറ്റിൽ ഹൂത്തികൾ അമേരിക്കൻ കപ്പലുകൾക്കും അതുപോലെ അമേരിക്കയുമായി ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്കെല്ലാം ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു, ആക്രമണം നടത്തിയിരുന്നു. ആ ഘട്ടത്തിലും അമേരിക്ക പല രാഷ്ട്രങ്ങളെയും ആ ഒരു സഖ്യ കക്ഷികളായി ക്ഷണിച്ചിരുന്നു കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ വേണ്ടി. എന്നാൽ അവിടെയും മറ്റു രാഷ്ട്രങ്ങളൊന്നും അതിൽ പങ്കാളികളായിരുന്നില്ല. കാരണം കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന കാര്യം അവർക്കറിയാം. ഒരു കപ്പൽ നശിക്കുമ്പോൾ രാഷ്ട്രത്തിനുണ്ടാകുന്നത് വലിയ നഷ്ടങ്ങളാണ്. അതുകൊണ്ട് തങ്ങളുടേതല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയ ഒരു ആത്മഹത്യാപരമായ ശ്രമം നടത്താൻ ഈ രാഷ്ട്രങ്ങളൊന്നും യഥാർത്ഥത്തിൽ തയ്യാറായിരുന്നില്ല. സമാനമായ രീതി തന്നെയാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലും കാണാൻ സാധിക്കുന്നത്.